നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കോട്ടയത്ത് അച്ഛനമ്മമാർ ആശുപത്രിയിൽ ഉപേക്ഷിച്ച കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കും. സ്വകാര്യ ആശുപത്രിയിലെ ഐസിയുവിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച് കടന്നത് ജാർഖണ്ഡ് സ്വദേശികൾ. കണ്ണൂരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തയാളെ CPM പ്രവർത്തകർ മോചിപ്പിച്ചു. 55 CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് പോലീസിനെ ഭീഷണിപ്പെടുത്തിയതിനും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനും. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ഒടുവിൽ കണ്ണു തുറന്ന സർക്കാർ. ആലപ്പുഴയിൽ സപ്ലൈകോ പ്രവർത്തിക്കുന്ന കെട്ടിട ഉടമയ്ക്ക് വർഷങ്ങളായി വാടക മുടങ്ങിയതിൽ പരിഹാരം. സംരംഭക കരാറിൽ ഏർപ്പെട്ടതിനാൽ ജപ്തി ഭീഷണിയും നേരിട്ടു. നാളെ തന്നെ പരിഹാരം കാണുമെന്ന് ഭക്ഷ്യമന്ത്രി ന്യൂസ് 18നോട്. സന്തോഷമെന്ന വ്യവസായി. മലപ്പുറത്ത് അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തി മകൻ. സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചും വെട്ടിയും കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് കൽപ്പകഞ്ചേരി വൈലത്തൂരിൽ ആമിന. മകൻ മാനസിക വെല്ലുവിളി നേരിടുന്നയാളെന്ന് പോലീസ്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഭാര്യയ്ക്ക് പകരം ജോലിക്കെത്തിയത് ഭർത്താവ്. ഡോക്ടർ സഹീദയ്ക്കെതിരെ പരാതി. രാത്രികാലത്ത് സേവനം ചെയ്യുന്നത് ഡോക്ടർ സഫീൽ എന്ന യൂത്ത് ലീഗ്. പാഞ്ചാരിമേളത്തിൽ വാദ്യവിസ്മയം തീർത്ത് പട്ടാമ്പിയിലെ വനിതകൾ. കൊട്ടിക്കയറിയത് മുതുതല പഞ്ചായത്ത് വനിതാ ടീം അംഗങ്ങൾ. ആവേശമായി ശ്രീലയം ടീമിന്റെ അരങ്ങേറ്റം. വാർത്തകൾ വിശദമായി നോക്കാം. കോട്ടയത്ത് അച്ഛനമ്മമാർ ആശുപത്രി ICUവിൽ ഉപേക്ഷിച്ചു പോയ നവജാത ശിശുവിന് വനിതാ ശിശു വികസന വകുപ്പ് സംരക്ഷണം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇത് സംബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. മാതാപിതാക്കൾ തിരിച്ചു വരുമെങ്കിൽ കുഞ്ഞിനെ അവർക്ക് കൈമാറും. കുഞ്ഞിനെ വേണ്ട എങ്കിൽ നിയമപരമായ നടപടികളിലൂടെ ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കും. കോട്ടയത്തെ ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ പ്രസവത്തിനായി നാട്ടിലേക്ക് പോകുന്ന സമയത്താണ് ട്രെയിനിൽ വെച്ച് ഭാര്യയ്ക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. തുടർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. 1 കിലോയിൽ താഴെ മാത്രം ഭാരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി കുഞ്ഞിനെ അവർ സ്വകാര്യ ആശുപത്രിയിലെ എത്തിച്ചു. പിന്നീട് അച്ഛനെയും അമ്മയെയും കാണാതാവുകയായിരുന്നു. ഇപ്പോൾ K. സുധാകരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക്. ഇവരും നടന്ന് ഓരോ വീടുകളും കയറി ഇറങ്ങി അങ്ങനെ വിയർപ്പൊളിപ്പിച്ച് പോകുന്നത് തൊഴിലാളി വർഗം. ഈ തൊഴിലാളി വർഗത്തിന് ഇതുപോലുള്ള ഒരു നികൃഷ്ടത ഈ സർക്കാർ കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സഹിക്കാൻ സാധിക്കാത്തതാണ്. ഒരു ചർച്ചയ്ക്ക് വിളിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കിയില്ല. ഇനിയും ചർച്ച നടത്തണമെന്നുള്ളതാണ്. എന്താണ് സർക്കാരിനോട് എന്താണ് പറയാനുള്ള ഇക്കാര്യത്തിൽ? സർക്കാരോട് എനിക്ക് പറയാനുള്ളത് KV തോമസ് മാഷ്ക്ക് കൊടുക്കുന്നതിന്റെ അതിന്റെ അത്രയൊന്നും ഇവരാരും ചോദിച്ചിട്ടില്ല. 5 ലക്ഷമാണ് കൊടുക്കുന്നത് മാസത്തിൽ. എന്തിനാ കൊടുക്കുന്നത് എന്ന് ഇവരോട് മറുപടി പറയൂ. ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയൂ. എന്തിനാ തോമസ് മാഷ്ക്ക് എന്തിന്റെ ശമ്പളമാണ് തോമസ് മാഷ്ക്ക് കൊടുക്കുന്നത് പൈസ? അത് പറയണം. ആ തോമസ് മാഷ്ക്ക് 5 ലക്ഷം കൊടുക്കാൻ ഇവർക്ക് സാധിക്കുമെങ്കിൽ ഈ പാവം ആശാ ജീവനക്കാർക്ക് ഇവർക്ക് ജീവിക്കേണ്ട ഒരു വരുമാനം കൊടുക്കാൻ ഇവർക്ക് ബാധ്യതയില്ലേ? അത് കൊടുക്കണ്ടേ? മര്യാദ ഉണ്ടെങ്കിൽ കൊടുക്കണ്ടേ? മനുഷ്യത്വം ഉണ്ടെങ്കിൽ കൊടുക്കണ്ടേ? മനുഷ്യന്റെ മനസ്സിന്റെ അകത്ത് സഹതാപം ഉണ്ടെങ്കിൽ കൊടുക്കണ്ടേ? കേന്ദ്ര സർക്കാരിന് കിട്ടിയത് മാത്രമേ ഇവര് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ കേരള സർക്കാർ കിട്ടുന്നതൊന്നും കൊടുത്തിട്ടില്ല. ഇവര് നോക്കുന്നത് ഇവിടുത്തെ ഈ നാട്ടിലെ പ്രശ്നമാണ്. ഈ നാട്ടിലെ വീടുകളാണ് കയറി ഇറങ്ങുന്നത്. ഈ നാട്ടിലെ രോഗികളെയാണ് ഇവർ കാണാൻ പോകുന്നത്. അവരെന്തിന് കേന്ദ്രത്തിന്റെ പൈസയോ സംസ്ഥാനത്തിന്റെ പൈസയോ നോക്കണം? അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഈ സംസ്ഥാനത്തെ സർക്കാർ ശമ്പളം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് ജീവിക്കാൻ പറ്റുന്ന തുക അവർ കൊടുക്കണം. കൊടുത്തേ മതിയാവൂ. PSC മെമ്പർമാർക്ക് ലക്ഷങ്ങളാണ് ശമ്പളം നൽകുന്നത്. കൂട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാ കാണുന്നത്? ഇത് PSC മെമ്പർമാർക്ക് പൈസ കൂട്ടിക്കൊടുത്തു. ഇനി ആരുതല്ലോ പൈസ പുതിയ ശമ്പള വർധനവ് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നാണ് വാർത്ത കേട്ടത്. സർക്കാർ വക്കീലന്മാർക്ക് ശമ്പളം കൂട്ടാൻ പോകുന്നു. സർക്കാർ വക്കീലന്മാർക്ക് ഇത്തിരി ബുദ്ധിയെങ്കിലും ഉപയോഗിക്കാനുള്ള സന്ദർഭമുണ്ട്. അതില്ലാത്ത എത്ര ആളുകളുണ്ട് ശമ്പളം വാങ്ങുന്ന സർക്കാരിന്റെ? അതുകൊണ്ട് ഇത് ചെയ്യുന്നത് പാതകമാണ്, കഷ്ടമാണ്.
ഈ മുഖങ്ങൾ കണ്ടാൽ അറിയില്ലേ നിങ്ങൾ? ഇതൊക്കെ കഷ്ടപ്പെടുന്ന കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് നമുക്കറിയില്ലേ? ഇതിലൊരു ധാർമ്മിക പിന്തുണ മാത്രമാണ്. ഇനി സമരം ശക്തമാക്കാൻ ഞങ്ങൾ എന്തിനും ഇവരെ കൂടെ നിൽക്കും, എന്തിനും കൂടെ നിൽക്കും. ശരി, അത് പിന്നെ നോക്കാം. ചേരട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. ചേരാൻ പോകുന്നല്ലേ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങനത്തെ വിവരമൊന്നുമില്ല. ഇനി ചേരുന്നുണ്ടെങ്കിൽ ചേരട്ടെ, ചേർന്നിട്ട് നമുക്ക് സംസാരിക്കാം ബാക്കി കാര്യങ്ങൾ. ഓക്കെ, ശരി. ആശാവർക്കർമാരുടെ പ്രശ്നത്തിൽ പ്രതികരിക്കുകയായിരുന്നു കെ സുധാകരൻ. കണ്ണൂർ തലശ്ശേരിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തയാളെ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ച് CPM പ്രവർത്തകർ. പോലീസുകാരെ പൂട്ടിയിട്ട ശേഷമാണ് പ്രതിയെ മോചിപ്പിച്ചത്. സംഭവത്തിൽ 55 CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. കഴിഞ്ഞ ദിവസമാണ് മണോളിക്കാവിൽ വെച്ച് തലശ്ശേരി SI ഉൾപ്പെടെ 4 പോലീസുകാരെ CPM പ്രവർത്തകർ ആക്രമിച്ചത്. സംഭവത്തിന് ശേഷം പോലീസ് അന്വേഷിച്ചിരുന്ന പ്രതികൾ മണോളിക്കാവിൽ തന്നെ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ജീപ്പിൽ കയറ്റുന്നതിനിടെ സംഘടിച്ചെത്തിയ CPM പ്രവർത്തകർ വാഹനം തടഞ്ഞു. പോലീസുകാരെ കാവലിനുള്ളിൽ പൂട്ടിയിട്ട ശേഷം പ്രതികളെ മോചിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൽ CPM പ്രാദേശിക നേതാക്കളടക്കം 55 പേർക്കെതിരെ കേസെടുത്തു. പോലീസിനെ ഭീഷണിപ്പെടുത്തിയതിനും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസെടുത്തത്. ന്യൂസ് 18 കണ്ണൂർ. സംരംഭകരെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ വ്യവസായ ഉച്ചകോടി ഇന്ന് കൊച്ചിയിൽ നടക്കുമ്പോൾ സർക്കാരിന്റെ പൊതുവിതരണ വകുപ്പുമായി സംരംഭക കരാറിൽ ഏർപ്പെട്ടെന്ന കാരണത്താൽ ഒരു മുൻ പ്രവാസി ആലപ്പുഴയിൽ ജപ്തി ഭീഷണി നേരിടുകയാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റിന് സ്വന്തം കെട്ടിടം വാടകയ്ക്ക് നൽകിയ ഷിഹാബ് എന്ന വ്യക്തിയാണ് ഒടുക്കം കടക്കെണിയിലായത്. വാടക നൽകുന്നില്ലെന്ന് മാത്രമല്ല, കരാർ കാലാവധി പൂർത്തിയായിട്ടും കെട്ടിടം ഒഴിഞ്ഞു നൽകില്ലെന്ന ധാർഷ്ട്യത്തിൽ വകുപ്പ് നിലപാടെടുത്തതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങി. കെട്ടിടത്തിൽ കഴിഞ്ഞ ദിവസം ബാങ്ക് ജപ്തി നോട്ടീസ് പതിപ്പിച്ചിരുന്നു. ഇത് മണ്ണഞ്ചേരി പഞ്ചായത്ത് 2ാം വാർഡ് സ്വദേശി ഷിഹാബ്. ദീർഘകാലം പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതത്തിന്റെ ഒരായുസിന്റെ അധ്വാനം കൊണ്ട് അദ്ദേഹം ഈ കാണുന്ന സ്ഥലം വാങ്ങി. 20 ലക്ഷം വായ്പയെടുത്ത് കെട്ടിടം പണിതു. 9 വർഷം മുമ്പ് തന്റെ പുത്തൻ കെട്ടിടം സപ്ലൈകോ ഔട്ട്ലെറ്റിനായി ഷിഹാബ് വാടകയ്ക്ക് നൽകി. വാടക പൈസ കൊണ്ട് വായ്പാ തിരിച്ചടവ് നടക്കുമെന്ന കണക്കുകൂട്ടലിൽ മുന്നോട്ട്. എന്നാൽ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. 26,650 രൂപ പ്രതിമാസ വാടക സപ്ലൈകോ നൽകാതായതോടെ തിരിച്ചടവ് മുടങ്ങി. കഴിഞ്ഞ ദിവസം സ്വകാര്യ ബാങ്ക് കെട്ടിടത്തിനുമേൽ ജപ്തി നോട്ടീസും പതിപ്പിച്ചു. എനിക്കിപ്പം ആത്മഹത്യാ വക്കിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഈ വാടക ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാടകയുടെ പറയുന്നത് എന്താണ്? വാടകയുടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, ഡിപ്പോ മാനേജരുമായിട്ട് സംസാരിക്കാൻ. ഡിപ്പോ മാനേജർ എറണാകുളം ഫിനാൻസ് ഓഫീസിൽ ബന്ധപ്പെടാൻ നിർദ്ദേശിക്കും. ഒടുവിൽ തിരുവനന്തപുരത്ത് നിന്ന് പണം നൽകാൻ നിർവാഹമില്ലെന്ന മറുപടി. ഗതികെട്ട് ഷിഹാബ് ഇപ്പോൾ സ്വന്തം സ്ഥാപനത്തിന് മുന്നിൽ അന്യനെ പോലെ നീതിക്കായി കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്. കഴിഞ്ഞ ജനുവരി 18 സപ്ലൈകോയുമായുള്ള വാടക കരാർ അവസാനിച്ചു. ഇതോടെ ഒഴിഞ്ഞു നൽകണമെന്ന നോട്ടീസ് ഷിഹാബ് നൽകി. വാടക കുടിശ്ശിക നൽകിയില്ലെന്ന് മാത്രമല്ല, കാലാവധി കഴിഞ്ഞ് തുടരുന്ന ഈ സമയത്തെ വാടക നൽകാൻ കഴിയില്ല എന്ന ധാർഷ്ട്യം കൂടിയായിരുന്നു വകുപ്പിന്റെ മറുപടി. പൂർണ്ണമായി കിട്ടാതെയായിട്ട് ഇപ്പം 4 മാസമായി. ഈ എഗ്രിമെന്റ് കഴിഞ്ഞിട്ട് ഇപ്പം ഈ 1 മാസത്തെ വാടക അതും ഇവർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലെന്നാണ് എറണാകുളത്ത് കഴിഞ്ഞ ഈ 18-ാം തീയതി. ഇപ്പോൾ ഈ കെട്ടിടം ഇവിടെ പ്രവർത്തിക്കുന്നത് എഗ്രിമെന്റ് ഇല്ലാതെയാണ്. കെട്ടിടം പൂട്ടാൻ നോക്കിയപ്പോൾ അതിക്രമിച്ചു കയറിയെന്ന കള്ളക്കേസിൽ കുടുക്കാനും ശ്രമമുണ്ടായി. ഇപ്പോൾ ബാങ്കിലെ ജപ്തി നോട്ടീസിന് പുറമെ കെട്ടിട നികുതി അടക്കാൻ കഴിയാത്തതിന് പഞ്ചായത്തിന്റെയും ലേബർ ഓഫീസിൽ നിന്ന് 50,000 രൂപയുടെയും റവന്യൂ റിക്കവറി നോട്ടീസുകൾ വന്നു കഴിഞ്ഞു. ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്ത് 1ാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അങ്ങനെ അഭിമാനം കൊള്ളുന്നവർ സർക്കാരുമായി സംരംഭത്തിൽ ഏർപ്പെട്ട ഈ പ്രവാസി വ്യവസായിയുടെ ഗതികേട് കൂടിയൊന്ന് കാണണം. ഒടിഞ്ഞ കാലുമായി കടം കയറി മുടിഞ്ഞ് അദ്ദേഹത്തിന് സമരം ചെയ്യേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ മാത്രമാണ്.
ആലപ്പുഴ മണഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ന്യൂസ് 18 വാർത്തയെ തുടർന്നൊടുവിൽ സർക്കാർ കണ്ണു തുറന്നു. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടിയ സിവിൽ സപ്ലൈസ് മന്ത്രി 24 മണിക്കൂറിനുള്ളിൽ നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി. മന്ത്രിയുടെ പ്രതികരണത്തിൽ സന്തോഷമെന്ന് പ്രവാസിയായ ഷിഹാബ് പറഞ്ഞു. പരിഹരിക്കപ്പെട്ടു തുടങ്ങുകയാണ്. ഇപ്പം നിലവിലുള്ള പെൻഡിങ് നോക്കിയിട്ട് അതും ക്ലിയർ ചെയ്ത് തരാം, കെട്ടിടം ഒഴിഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മന്ത്രിയുടെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. RM ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും വിളിച്ചിട്ടുണ്ട്. അതുപോലെ ന്യൂസ് 18 ചാനലിൻ്റെ ശരണ്യയോടും ക്യാമറാമാൻ പ്രശാന്തിനോടും വളരെയേറെ കടപ്പാടും ചാനലിനോടും ഉണ്ടായിരിക്കുന്നതാണ്. ഞാനിത് പുറത്ത് ഒരു അവതരിപ്പിക്കണമെന്നുള്ള ചിന്താഗതി എനിക്കില്ലായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ ആഴ്ച പോയി RM ഓഫീസിൽ പോയി നേരിട്ട് എൻ്റെ ഈ അവസ്ഥയെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടു. പക്ഷേ നിയമ നടപടികളൊന്നും മുന്നോട്ട് പോകാതിരുന്നതിൻ്റെ മാനസിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പ്രതിഷേധത്തിലേക്ക് മാറി ഇവിടെ ഇരിക്കേണ്ട അവസ്ഥ വന്നത്. അതായത് കഴിഞ്ഞ ഡിസംബറിലെ ഷിഹാബിന് പണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പും ഏകദേശം പല മാസങ്ങളിലായി പെൻഡിംഗ് ഉണ്ട്. അത് അത്തരത്തിൽ കണക്ക് കൂട്ടിയാൽ 5 മാസത്തെ തുകയാണ് ഷിഹാബിന് ലഭ്യമാകാനുള്ളത്. അത് സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റുകളും കൈമാറാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം പരിഹരിക്കപ്പെടുന്നു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ന്യൂസ് 18 വാർത്താ സംഘം ഇവിടെ നിന്ന് മടങ്ങുന്നത്. മണഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കണ്ണൂർ അഴീക്കോട് മീങ്കുന്ന മുച്ചിരിയൻ കാവിൽ ഉത്സവത്തിനിടെ പടക്കം പൊട്ടി 6 പേർക്ക് പരിക്ക്. ഗുരുതരമായി പരുക്കേറ്റ ഒരാളെ മാംഗ്ലൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുലർച്ചെ 4:30യോടെയാണ് അഴീക്കോട് മീങ്കുന്ന് മുച്ചിരിയൻ കാവിൽ ഉത്സവത്തിനിടെ അമിട്ട് പൊട്ടി അപകടമുണ്ടായത്. ബപ്പിരിയൻ തെയ്യത്തിന്റെ വരവറിയിച്ച് പടക്കം പൊട്ടിക്കുന്നതിനിടെ മുകളിൽ നിന്നും പൊട്ടേണ്ട അമിട്ട് താഴെ പതിച്ച് ആൾക്കൂട്ടത്തിനിടയിൽ വീണു പൊട്ടുകയായിരുന്നു. ഒരു കുട്ടി ഉൾപ്പെടെ 6 പേർക്കാണ് പരിക്കേറ്റത്. തുടയെല്ല് പൊട്ടി ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയിടാറുള്ള തെയ്യമാണ് ബപ്പിരിയൻ. തെങ്ങിൻ മുകളിൽ കയറുന്ന ഈ തെയ്യത്തെ കാണാൻ മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രത്തിലെത്തിയിരുന്നത്. ആചാരപരമായി വെടിക്കെട്ട് നടത്തുന്ന ക്ഷേത്രമല്ല ഇത്. തദ്ദേശമായി നിർമ്മിച്ച പടക്കമാണ് പൊട്ടിയതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ RDOയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ക്ഷേത്രത്തിലെ ഉത്സവം നിർത്തിവെച്ചു. ന്യൂസ് 18 കണ്ണൂർ. കണ്ണൂർ മീൻകുന്നിൽ ക്ഷേത്രോത്സവത്തിനിടെ പടക്കം പൊട്ടിയുണ്ടായ അപകടത്തിൽ 10 പേർക്കെതിരെ കേസെടുത്തു. മീൻകുന്ന് മുച്ചിരിയൻ ക്ഷേത്രം പ്രതിനിധികൾക്കെതിരെയാണ് വളപട്ടണം പോലീസ് കേസെടുത്തത്. അനുമതിയില്ലാതെ പടക്കം പൊട്ടിച്ചുവെന്ന FIRൽ പറയുന്നുണ്ട്. മലപ്പുറത്ത് അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തി മകൻ. കൽപ്പകഞ്ചേരി വൈലത്തൂരിലാണ് സംഭവം. ആമിനയെയാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ മുസമ്മിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചും വെട്ടിയും കൊലപ്പെടുത്തിയത്. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അരുംകൊല. കൽപ്പകഞ്ചേരിയിലെ കാവുപുരയിൽ 62കാരി ആമിനയെ 35കാരനായ മകൻ മുസമ്മിൽ കൊടുവാൾ ഉപയോഗിച്ച് വെട്ടി. അടുക്കളയിൽ ജോലിയിലായിരുന്ന ആമിനയെ പിന്നിലൂടെ ചെന്ന് വെട്ടുകയായിരുന്നു. നിലത്ത് വീണ ആമിനയുടെ തല ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ചു. ആമിന തൽക്ഷണം മരിച്ചു. മുസമ്മലിന് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സമാന തരത്തിലുള്ള പ്രകോപനങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ആമിനയുടെ ഭർത്താവ് രാവിലെ ജോലിക്ക് പോയതിന് പിന്നാലെയാണ് സംഭവം. അമ്മയും മകനും തമ്മിൽ രാവിലെ വാക്കേറ്റമുണ്ടായി. അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു മകൻ. മുസമ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരം തിരുവല്ലത്ത് 7 മാസം ഗർഭിണിയായ യുവതിയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുമെന്ന് ഭീഷണി. പെൺകുട്ടിയുടെ മുൻ സുഹൃത്താണ് ഭീഷണി മുഴക്കിയത്. സംഭവത്തിൽ തിരുവല്ലം പോലീസിൽ കുടുംബം പരാതി നൽകി. വലിയതുറ സ്വദേശി ഗോഡിൻ ലോപ്പസിനെതിരെയാണ് പരാതി. ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുമെന്നും ഇയാൾ പറഞ്ഞു. ഇരുവരും എറണാകുളത്ത് വെച്ച് പരിചയക്കാരായിരുന്നു. പിന്നീട് തിരുവനന്തപുരത്ത് ജോലി ലഭിച്ച പെൺകുട്ടി തിരുവല്ലം സ്വദേശിയെ വിവാഹം കഴിക്കുകയായിരുന്നു. തുടർന്നും പെൺകുട്ടിയുടെ ഭർത്താവിനെയും ആക്രമി നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. പല ഫോൺ നമ്പറുകളിൽ നിന്നായാണ് ഭീഷണി സന്ദേശം എത്തിയിരുന്നത്. ഒടുവിൽ തിരുവല്ലത്തെ വീട്ടിലെത്തി ഭീഷണി മുഴക്കുകയായിരുന്നു. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഞാനും എൻ്റെ വൈഫും കൂടി കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ വണ്ടേ സംഭവം നടന്നു. പോലീസുകാരെൻ്റെ അടുത്ത് ഞാൻ സാറേ ഇതാണ് വിഷയം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇന്നത്തെ SI എന്ന് പറഞ്ഞ പുള്ളി, ഞാൻ ശ്രദ്ധിച്ചില്ല, പേര് നോക്കിയില്ല, അപ്പോഴത്തെ ടെൻഷൻ പുള്ളി എൻ്റെ അടുത്ത് കയറി റൈസ് ആവുകയാണ് ചെയ്തത്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദ്യം ഞാനിവിടെ ഉണ്ടല്ലോ, നീ കൂടുതൽ ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതായത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറായ ഒരു SIയുടെ മുമ്പിൽ ഞാനൊരു പെറ്റീഷൻ കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും എനിക്കുണ്ടായ അനുഭവമാണ്. എൻ്റെ പെറ്റീഷനോ അല്ലെങ്കിൽ എൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നോ കേൾക്കാൻ
ഒരു താല്പര്യവും കാണിച്ചില്ല. വീട്ടിൽ വന്നിട്ടല്ലേ പോയത്. ഇനി എന്തോ നിനക്ക് പറയാൻ? നാളെ 10 മണി എൻ്റെ വൈഫ് ഇന്ന് ഞാൻ വന്ന സമയത്ത് സൂയിസൈഡ് അറ്റംപ്റ്റിന് നിൽക്കുകയാണ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. കൂട്ടിക്കൽ ജയചന്ദ്രൻ പ്രതിയായ പോക്സോ കേസിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ യൂട്യൂബർ അറസ്റ്റിൽ. മലപ്പുറം സ്വദേശി നവാസ് ആണ് അറസ്റ്റിലായത്. ഡിഫറന്റ് ആംഗിൾസ് എന്ന യൂട്യൂബ് പേജ് വഴിയായിരുന്നു ഇരയുടെ പേര് വെളിപ്പെടുത്തിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടുക്കിയിൽ വൻ ചാരായ വേട്ട. കമ്പംമെട്ട് കട്ടക്കാനത്തെ വീട്ടിൽ നിന്ന് 245 ലിറ്റർ വാറ്റ് ചാരായം പിടികൂടി. വീട്ടുടമ ചക്രപാണി എന്ന സന്തോഷിനെ കസ്റ്റഡിയിലെടുത്തു. അടിമാലി നാർക്കോട്ടിക്സ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. തിരുവനന്തപുരത്ത് വാട്ടർ അതോറിറ്റി ഓഫീസ് പൂട്ടി BJP കൗൺസിലർ. വൈദ്യുതിയും വിച്ഛേദിച്ചു. നഗരസഭയിലെ ചെമ്പഴന്തി വാർഡിലും സമീപ വാർഡുകളിലും ദിവസങ്ങളായി കുടിവെള്ളം മുടങ്ങുന്നതിലാണ് പ്രതിഷേധം. 3 മാസമായി നിരന്തരം കുടിവെള്ളം മുടങ്ങുന്നതായാണ് പരാതി. നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചിരുന്നില്ല എന്നും BJP ആരോപിച്ചു. പിന്നെ അങ്ങനെ സംസാരിക്കണം. എന്റെ അടുത്ത് അങ്ങനെ നിങ്ങൾ സംസാരിക്കും. സംസാരിക്കാൻ ഞാൻ വിടൂല. മര്യാദ സംസാരിച്ചാൽ സംസാരിക്കും. നിങ്ങൾ എന്നെ എത്ര കാലം കൊണ്ട് കാണുന്നുണ്ട്? തന്നല്ലോ തന്നല്ലോ. പിന്നെ എന്നെ പറയാം, എന്നെ പറയാം. കണ്ണൂർ പള്ളിക്കുന്ന് പന്നേൻപാറയിൽ വൃദ്ധയുടെ മാല പൊട്ടിച്ച പ്രതി പിടിയിൽ. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന പന്നേൻപാറയിലെ പന്നേൻ കാർത്യായനിയുടെ മാല പൊട്ടിച്ചെടുത്ത നാറാത്ത് സ്വദേശി ഇബ്രാഹിമിനെയാണ് പിടിയിലായത്. എന്നാൽ മാല മുക്കുപണ്ടമായിരുന്നു. മാല വലിച്ചു പൊട്ടിക്കുന്നതിനിടെ വീണ കാർത്യായനിക്ക് പരിക്ക് ഏറ്റിരുന്നു. വഴി ചോദിക്കാനെന്ന വ്യാജേനയായിരുന്നു അടുത്തെത്തിയത്. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. കാസർഗോഡ് തൃക്കരിപ്പൂർ വയലൊടിയിലെ റോഡിനെ ചൊല്ലി MLAയും വാർഡ് മെമ്പറും തമ്മിൽ പ്രസ്താവനാ പോര്. തൃക്കരിപ്പൂർ MLA M രാജഗോപാലും വാർഡ് മെമ്പർ സത്താറുമാണ് തർക്കത്തിലേർപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ 1000 കോടി വികസന പദ്ധതിയിൽ തൃക്കരിപ്പൂർ വയലോടിയിൽ റോഡ് ടാറിംഗ് ഉൾപ്പെടുത്തിയില്ല എന്നതാണ് തർക്കത്തിന് കാരണം. റോഡിന് 20 ലക്ഷം ഫണ്ട് അനുവദിച്ചെന്നും ഇത് MLA ഇടപെട്ട് പിൻവലിച്ചു എന്നുമാണ് വാർഡ് മെമ്പർ സത്താറിന്റെ ആരോപണം. MLAയുടെ നടപടി വഞ്ചനാപരം എന്നായിരുന്നു ആക്ഷേപം. റോഡുകൾക്ക് പണം അനുവദിച്ചതിൽ രാഷ്ട്രീയ പക്ഷപാതിത്വമുണ്ടെന്ന ആരോപണം തള്ളി MLA M രാജഗോപാലും രംഗത്തു വന്നു. ഇടതുപക്ഷം ഭരിക്കുന്ന വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ മാനദണ്ഡപ്രകാരമുള്ള റോഡുകൾ ഇല്ലാത്തതിനാൽ ഒരു റോഡ് പോലും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയില്ലെന്നും MLA ചൂണ്ടിക്കാട്ടി. MLAയുടെ ഇഷ്ടപ്രകാരമല്ല, മാനദണ്ഡപ്രകാരമാണ് പണം വകയിരുത്തുന്നതെന്നും രാജഗോപാൽ FB കുറിപ്പിൽ പറയുന്നു. ന്യൂസ് 18 തൃക്കരിപ്പൂർ. മലപ്പുറം അങ്ങാടിപ്പുറം വലമ്പൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടുകൾ ചത്തു. മേയാനായി വിട്ട ആടുകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. വലമ്പൂരിൽ മേയാൻ വിട്ട 7 ആടുകളിൽ 6 എണ്ണമാണ് ചത്തത്. അജ്ഞാത ജീവി ആക്രമിച്ചുവെന്നാണ് സംശയം. ചത്ത ആടുകൾക്കെല്ലാം കഴുത്തിലാണ് മുറിവേറ്റത്. പുഴക്കാട്ടിരി വെറ്റിനറി ആശുപത്രിയിലെ ഡോക്ടർ സൈഫുദ്ദീൻ ആടുകളെ പരിശോധിച്ചു. എന്നാൽ ആക്രമിച്ചത് പുലിയല്ലെന്നാണ് നിഗമനം. പ്രദേശത്ത് ഫാം നടത്തുന്ന ടോണിയുടേതാണ് ആടുകൾ. ഇവയെ സ്ഥിരമായി മേയാൻ വിടാറുണ്ടായിരുന്നു. ആടുകൾ ചത്തതോടെ 1 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറയുന്നു. ന്യൂസ് 18 മലപ്പുറം. ഈ വർഷത്തെ പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിന് നാളെ തുടക്കമാകും. ഇത്തവണ 10,000-ഓളം പേർ പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിൽ പരിശീലനം നേടാൻ എത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. പതിവിന് വിപരീതമായി ഹജ്ജിന് പോകുന്നവരുടെ വിലാസങ്ങൾ നൽകുവാൻ ഹജ്ജ് കമ്മിറ്റി തയ്യാറായില്ലെന്നും സംഘാടകർക്ക് പരാതിയുണ്ട്. തുടർച്ചയായ 25-ാം വർഷമാണ് പൂക്കോട്ടൂർ PKMICയിൽ ഹജ്ജ് ക്യാമ്പ് നടക്കുന്നത്. ഹജ്ജിന് പോകുന്നവർ അവിടെ എത്തിയാൽ അനുഷ്ഠിക്കേണ്ട ചടങ്ങുകളും മറ്റും വിശദമായി ക്യാമ്പിൽ പരിശീലിപ്പിക്കും. അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടികൾ. ഇക്കുറി ഹജ്ജ് കമ്മിറ്റിയിൽ നിന്നും ദുരനുഭവങ്ങൾ ഉണ്ടായെന്നും സംഘാടകർ പറയുന്നു. സാധാരണ ഹജ്ജിന് പോകുന്നവരുടെ വിലാസങ്ങൾ ലഭിക്കാറുള്ളതാണ്. ഇത്തവണ ഹജ്ജ് ക്യാമ്പിന്റെ സംഘാടക സമിതി കൺവീനർ കൂടിയായ MLA TV ഇബ്രാഹിം ചോദിച്ചിട്ട് പോലും അവർ അത് നൽകാൻ തയ്യാറായില്ലെന്നാണ് ആക്ഷേപം. എല്ലാ വർഷവും ഞങ്ങൾ ഹാജിമാർക്ക് അവരുടെ സെലക്ഷൻ ലിസ്റ്റിൽ നിന്ന് അഡ്രസ്സ് എടുത്തുകൊണ്ട് കത്തയക്കാറുണ്ട്. ഇത്തവണ ഞങ്ങൾക്കൊരു പ്രതിസന്ധി വന്നത് കേരള ഹജ്ജ് കമ്മിറ്റി ഒരു പ്രത്യേക തീരുമാനമെടുത്തു. അതെന്തുകൊണ്ട് എടുത്തു എന്നറിയില്ല, അത് അവരുടെ തീരുമാനമാണ്. അതിന് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഹാജിമാർക്ക് അത് പ്രയാസകരമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 24 വർഷവും ഞങ്ങൾ ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ നിന്ന്
ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാരുടെ ലിസ്റ്റ് വാങ്ങി അവർക്ക് കത്തയക്കുമായിരുന്നു. ഇത്തവണ എന്തോ പ്രത്യേക സാഹചര്യത്തിൽ ഈ അഡ്രസ്സ് ആർക്കും കൊടുക്കേണ്ട എന്ന് ഹജ്ജ് കമ്മിറ്റി തീരുമാനിച്ചതായി അറിഞ്ഞു. MLA ഓഫീസിൽ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിന് കിട്ടിയ മറുപടി അങ്ങനെയാണ്. പിന്നെ ഞങ്ങളെ കാര്യത്തിൽ തുടർ നടപടിക്കോ പരാതിക്കോ പോയില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റു രീതിയിലൊക്കെ പ്രചരിപ്പിക്കാൻ കഴിയും. ഹാജിമാർ വിവരം അറിഞ്ഞാൽ, നിങ്ങളെപ്പോലത്തെ മാധ്യമ പ്രവർത്തകർ ഇതിന്റെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അവരുടെ പരിചരണത്തിന് വേണ്ടി ഇവിടെ ട്രെയിനിങ്ങിന് വേണ്ടി ഈ ക്ലാസ് കേൾക്കുന്നതിന് വരാറുണ്ട്. ആ വന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും തുടർന്നുള്ള വർഷങ്ങളിലും വരാൻ വേണ്ടി അവർക്ക് പ്രേരകമാകുന്ന വിധത്തിലുള്ള ഒരു ഹജ്ജ് ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെയുള്ള മാധ്യമ പ്രവർത്തകർക്കൊക്കെ അത് അറിയാവുന്നതാണ്. ഏകദേശം നൂറ്റാണ്ടായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹജ്ജ് ക്യാമ്പ് എല്ലാ നിലക്കും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവരും പ്രിപ്പയർഡായി കഴിഞ്ഞു. നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രമേ. 22, 23 തീയതികളിലായി നടക്കുന്ന ക്യാമ്പിൽ 10,000-ത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ഭക്ഷണവും താമസവും അടക്കം എല്ലാം സൗജന്യമാണ്. പൂക്കോട്ടൂരിലെ വിവിധ വീടുകളിലാണ് ഇവർക്കുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഹജ്ജ് ക്യാമ്പിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തുടങ്ങി പ്രമുഖ പണ്ഡിതർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഭാര്യയ്ക്ക് പകരം ഭർത്താവ് ജോലി ചെയ്യുന്നതായി പരാതി. അത്യാഹിത വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ സഹീദയ്ക്കെതിരെയാണ് പരാതി. കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ ജോലിയുള്ള ഡോക്ടർ സഫീൽ സഹീദയ്ക്ക് പകരം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ രാത്രികാലത്ത് സേവനം ചെയ്യുന്നുവെന്നാണ് യൂത്ത് ലീഗിന്റെ പരാതി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറായ സഹീദയും ഭർത്താവായ ഡോക്ടർ സഫീലും ഒരുമിച്ചാണ് ആശുപത്രിയിൽ എത്താറുള്ളത്. എന്നാൽ രാത്രി 10 മണിക്ക് ശേഷം ഡോക്ടർ സഫീലാണ് അത്യാഹിത വിഭാഗം കൈകാര്യം ചെയ്യുന്നതെന്നാണ് പരാതി. ഇവർക്ക് 6 മാസം പ്രായമായ ഒരു കുഞ്ഞുണ്ട്. രാത്രി വൈകിയാൽ അത്യാഹിത വിഭാഗത്തിന്റെ ചുമതല അവിടെ നിയമപ്രകാരം ഉത്തരവാദിത്തമില്ലാത്ത ഡോക്ടർ സഫീലാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് ആരോപണം. ഭാര്യയ്ക്ക് പകരം ഭർത്താവ് ജോലി ചെയ്ത സംഭവം വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ഇതിൻ്റെ ഒരു നിജസ്ഥിതി പുറത്തു വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ DMOക്കും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിക്കൊക്കെ യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഡോക്ടർ സഹീദ തന്നെയാണ് രാത്രി ചുമതല നോക്കാറുള്ളതെന്നാണ് താലൂക്ക് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. കുഞ്ഞിനെ നോക്കേണ്ട സമയം മാത്രമാണ് ഡോക്ടർ സഫീൽ സഹായിക്കുന്നത്. ഇക്കാര്യത്തിൽ DMOയ്ക്ക് റിപ്പോർട്ട് നൽകും. എന്നാൽ അന്വേഷിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് DMOയുടെ നിലപാട്. ന്യൂസ് 18 മലപ്പുറം. ഇടുക്കി ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. ആവശ്യത്തിന് മരുന്നോ ഡോക്ടർമാരോ ഇവിടെയില്ല. ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. പൂർണ്ണമായും തോട്ടം തൊഴിലാളികളും കർഷകരും അധിവസിക്കുന്ന മേഖലയാണ് ഉടുമ്പൻചോല. സാധാരണക്കാരുടെ ഏക ആശ്രയമായ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം താളം തെറ്റിയിട്ട് മാസങ്ങളായി. മുൻപ് 3 ഡോക്ടർമാർ വരെ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ നിലവിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഉള്ളത്. പല ദിവസങ്ങളിലും OP പോലും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. തോട്ടം മേഖല ആയതിനാൽ രാവിലെ 2 ഡോക്ടർമാരുടെയും ഉച്ചയ്ക്ക് ശേഷം 1 ഡോക്ടറുടെയും സേവനം ലഭ്യമായിരുന്ന ആശുപത്രിയിലാണ് ഈ പ്രതിസന്ധി. ആവശ്യ മരുന്നുകൾ പോലും ഇല്ലാതായിട്ടും നാളുകളായി. ഇതോടെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് വരുത്തിയിരുന്ന ഹോസ്പിറ്റലില് നമുക്കറിയാം 1 വർഷക്കാലമായി ഇവിടെ ഡോക്ടറുടെ സേവനം ഒരു ഡോക്ടറെ കൊണ്ട് ഒതുങ്ങിയ ഒരു സാഹചര്യമല്ലോ. ഞങ്ങൾ ഇന്ന് വരും നാളെ വരും എന്ന് കരുതി ഞങ്ങൾ ഈ പ്രതിഷേധം ഞങ്ങൾ പലതവണ മാറ്റിവെച്ചതാണ്. ആശുപത്രിയിൽ റോട്ടറി ക്ലബ്ബ് ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ഡയാലിസിസ് യൂണിറ്റും ജീവനക്കാർ ഇല്ലാത്തതിനാൽ പ്രവർത്തിക്കുന്നില്ല. ഇക്കാര്യത്തിൽ പരിഹാരം ഉടൻ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. പഞ്ചാരിമേളത്തിൽ വാദ്യവിസ്മയം തീർക്കുകയാണ് ഒരു കൂട്ടം വനിതകൾ. മുതുതല പഞ്ചായത്ത് വനിതാ ടീം അംഗങ്ങളാണ് പഞ്ചാരിമേളത്തിൽ കൊട്ടിക്കയറിയത്. മുതുതല അയ്യപ്പൻകാവിൽ നടന്ന ശ്രീലയം ടീമിലെ 12 അംഗങ്ങളുടെ അരങ്ങേറ്റമാണ് ആവേശമായത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,025 രൂപ, പവന് 64,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,605 രൂപ, പവന് 52,840 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, കിലോയ്ക്ക് 1,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ.
സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.